നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മുടെ കുഞ്ഞിനെ നമുക്ക് തന്നു കഴിഞ്ഞാ പിന്നെ അവളുടെ അവസ്ഥ എന്താവുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ഡെലിവറി കഴിഞ്ഞ പെണ്ണിനെ സ്വീകരിക്കാൻ ഏതെങ്കിലും ഒരു പയ്യൻ തയ്യാറാവോ? കാശ് കൊടുത്താ ചിലപ്പോ ഒരാളെ കിട്ടുമായിരിക്കും. പക്ഷേ ഒരിക്കലും മാനസിക്കൊരു നല്ല ജീവിതം കിട്ടണമെന്നില്ല. ഒരല്പം പോലും ചിന്തിക്കാതെയുള്ള ആന്റിയുടെ എടുത്തുചാട്ടാ സൂര്യ കാര്യങ്ങൾ ഇതുവരെ കൊണ്ടെത്തിച്ചത്. ഇതിപ്പോ ഇവിടം കൊണ്ടൊന്നും തീരില്ലല്ലോ. ഞാൻ ഇത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. അമ്മയും ഞാനും താനും ഒക്കെ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചു എന്നുള്ള സത്യം തന്നെയാണ്. ഇതിപ്പോ അഴിക്കും തോറും മുറുകുന്നൊരു കുരുക്കായിരിക്കാണല്ലോ ഈശ്വര. നമുക്കിപ്പോ മാനസെ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ സൂര്യ. അവൾ എന്തായാലും നമ്മളെ ചതിക്കില്ല. പക്ഷെ അവക്കൊരു പരിധിക്കപ്പുറം ഒന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരിക്കൽ കല്യാണ പെണ്ണിന്റെ വേഷം കെട്ടി മാനസയും അവളുടെ അച്ഛനും അമ്മയും അപമാനിക്കപ്പെട്ടതാ. അതൊക്കെ മാനസ മറന്നാലും അവളുടെ അച്ഛനും അമ്മയും മറക്കില്ല. അമ്മയല്ലേ അവൾക്കില്ലാത്ത മോഹമൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്? അതാണ് സൂര്യ ഞാനും പറഞ്ഞത്. എല്ലാം ആന്റി മനഃപൂർവ്വം തന്നെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാന്ന്. താൻ എന്തായാലും മാനസയോടൊന്ന് കാര്യമായിട്ട് സംസാരിക്കണം. അവൾക്കൊപ്പം നമ്മൾ എപ്പോഴും ഉണ്ടാവുന്നൊരു വിശ്വാസം അവൾക്കുണ്ടാവണം. മുന്നും പിന്നും നോക്കാതെയുള്ള അമ്മയുടെ എടുത്തുചാട്ടമാണ് ഇതിനൊക്കെ കാരണമെന്ന് അമ്മയ്ക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം മനസ്സിലാക്കിയിട്ട് ഒരു കാര്യമില്ലല്ലോ സൂര്യ. നമ്മൾ ടൂറിന് പോയ സമയം നോക്കി തന്നെ ആന്റി സൂര്യപ്രഭയിൽ ചികിത്സയ്ക്ക് പോയതെല്ലാം വെൽ പ്ലാൻഡ് ആയിരുന്നു. എന്നാലും ആ ഡോക്ടർ ഇങ്ങനൊരു ചതിക്ക് കൂട്ടു നിന്നല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അമ്മ ഡോക്ടറെ വിലക്കെടുത്തതല്ലേ? അവർക്ക് ഉറപ്പുണ്ടായിരുന്നു പിടിക്കപ്പെട്ട അമ്മയും നമ്മളും എല്ലാം കുടുങ്ങുമെന്ന്. ഒരാളെയും വിശ്വസിക്കാൻ പറ്റാതായി പോയല്ലോ സൂര്യ. മാനസ ഒരു സൂചനയെങ്കിലും നമുക്ക് തന്നിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. അതെങ്ങനെ ഒരു സൂചന തരും? എങ്കിൽ ഇങ്ങനൊരു കാര്യത്തിന് നമ്മൾ സമ്മതിക്കില്ലെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാം. അമ്മയാണോ മാനസയെ കൊണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്യിപ്പിച്ചതെന്നോ അതോ മാനസ തന്നെ ഇങ്ങനൊരു തീരുമാനം എടുത്തതാണോ എന്ന് നമുക്ക്